സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന 7ാമത് ധാക്കർ റാലി നാളെ ചെങ്കടൽ തീരത്തെ യാംബുവിൽ സമാപിക്കും. 2 ആഴ്ചയോളം നീണ്ടുനിന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹസിക മാമാങ്കം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വിജയകിരീടം ആര് ചൂടുമെന്ന ആവേശത്തിലാണ് മോട്ടോർ സ്പോർട്ട് ലോകം. സൗദി മരുഭൂമിയിലെ കിലോമീറ്ററുകൾ നീണ്ട വെല്ലുവിളികൾ പിന്നിട്ട് ഈ വർഷത്തെ ധാക്കർ റാലി അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കാർ വിഭാഗത്തിൽ 5 തവണ ചാമ്പ്യനായ ഖത്തറിന്റെ നാസർ അൽ അത്തിയ തന്റെ 6ാം കിരീടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഡാസിയ ടീമിനെ മത്സരിക്കുന്ന അത്തിയയ്ക്ക് എതിരാളികളിൽ നിന്ന് കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വന്നത്. 12ാം ഘട്ടത്തിലും ആധിപത്യം തുടർന്ന അത്തിയ നാളെ യാംബുവിൽ കിരീടമുയർത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ബൈക്ക് വിഭാഗത്തിൽ പോരാട്ടം അത്യന്തം ആവേശകരമാണ്. KTM താരം ലൂസിയാനോ ബെനഡിസും ഹോണ്ടയുടെ റിക്കി ബ്രാബിക്കും തമ്മിലുള്ള വ്യത്യാസം വെറും സെക്കൻഡുകൾ മാത്രമാണ്. ഹീറോ മോട്ടോ സ്പോർട്ടിനായി മത്സരിച്ച റോസ് ബ്രാഞ്ചും ടോപ്പ് 10-ൽ ഇടം പിടിക്കാനായി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായി മാറിയ സഞ്ജയ് തക്കാലെ ക്ലാസിക് വിഭാഗത്തിൽ മികച്ച പ്രകടനം നടത്തിയെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം ഇടയ്ക്ക് വെച്ച് പിന്മാറേണ്ടി വന്നത് ഇന്ത്യൻ ആരാധകർക്ക് നിരാശയായിരുന്നു. മൊത്തം 7,994 കിലോമീറ്റർ ദൂരം പിന്നിട്ട ഈ കായിക വിസ്മയം നാളെ സമാപിക്കുമ്പോൾ യാംബുവിലെ ഫിനിഷിംഗ് ലൈനിൽ പുതിയ ചരിത്രങ്ങൾ പിറക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് ലോകം. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. UAE നാളെ ഐക്യദാർഢ്യ ദിനമായി ആചരിക്കും. 2022-ൽ UAE തലസ്ഥാനമായ അബുദാബിക്ക് നേരെയുണ്ടായ ഹൂതി ആക്രമണത്തെ നേരിട്ട ദിവസമാണ് UAE ഐക്യദാർഢ്യ ദിനമായി ആചരിക്കുന്നത്. UAE പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാനാണ് ദിനാചരണത്തിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 11 മണിക്ക് രാജ്യത്തെ ചാനലുകൾ ദേശീയഗാനം സംപ്രേഷണം ചെയ്യും. UAE-യിലെ 7 എമിറേറ്റുകളുടെയും ആകാശത്ത് നാളെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുടെ പ്രത്യേക പരേഡും നടക്കും.